നമ്മൾ ഈ ലോകത്തിലും ആയുസ് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ വാങ്ങിച്ചെല്ലുമ്പോൾ അവിടെയും സന്തോഷിക്കുന്ന ദൈവജനമായി തീരത്തക്ക വിധത്തിലാണ് നമ്മുടെ വചന കേൾവിയും ധ്യാനവും പ്രാർത്ഥനകളും തീരേണ്ടത്. നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഇഹത്തിലും പരത്തിലും ദൈവം തുണ ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടി എല്ലാം ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഇതൊരു കർത്താവിൻ്റെ ജനനത്തോടുള്ള അനുഭവത്തിലാണ് ഞാനത് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ച് നേരമേ ദൈവവചനമുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അതിനോടനുബന്ധമായി കേട്ട വചനത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 39 to 56. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയ എലിസബത്ത് സംഗമം. എന്തിനാണ് അവർ ഒരുമിച്ച് സംഗമിച്ചത്? അവരവർക്ക് പാർക്കുന്നതിനായി ദൈവം ഇടം നൽകിയിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ ഒരുപോലെയാണോ? വല്ലാത്ത അസ്വസ്ഥതകളുമായി പലപ്പോഴും നമ്മൾ നടന്നു നീങ്ങാറുണ്ട്. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിമിത്തം ചിലപ്പോൾ നമ്മൾ അസ്വസ്ഥരായിരിക്കും. നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ മറ്റൊരാളിനോട് ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളുടെ മുഖത്ത് തന്നെ അത് കാണുന്നതിന് സാധിക്കും. ശരിയല്ലേ? നമ്മുടെ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും വായിച്ചറിയേണ്ടവരും മനസ്സിലാക്കി അതിനോട് ഒപ്പം നിൽക്കേണ്ട ആളുകൾ ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. ആര് സഹായിച്ചില്ലെങ്കിലും ദൈവമേ ആരും ഉപദ്രവിക്കാതിരുന്നായിരുന്നെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, എന്നിട്ടും അതിനപ്പുറത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ധാരാളം ആളുകൾ കാണും. രോഗങ്ങളാൽ വലയുന്നവർ കാണും. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ സാമ്പത്തിക തകർച്ചയുള്ളവർ കാണും. കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിച്ചിട്ടും അതിന് വഴിയൊരുങ്ങുന്നില്ലല്ലോ, ഒരുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ കാണും. പ്രതീക്ഷിക്കുന്ന കുടുംബജീവിതത്തിൽ ഒരു കൂരയില്ലാതെയും തലമുറകളില്ലാതെയും അങ്ങനെ എണ്ണമറ്റ അനുഭവങ്ങളൊക്കെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നെറുകയിൽ ഓടിയെത്താറുണ്ട്. ആരോട് പറഞ്ഞാൽ ഒരല്പം ബലം കിട്ടും, ഒന്നുറങ്ങാൻ കഴിയും, ഒരു മനസ്സിൻ്റെ സമാധാനം, കുളിർമ തിരിച്ചു കിട്ടും. ഇതൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനൊക്കെ എന്ന് പൊറുതി വരും? ദൈവമേ, ജീവിതം നീ അങ്ങ് എടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇല്ലാതില്ല. എന്നാൽ വചനത്തോടും സഭയോടും ഒക്കെയുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിലൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ച് തന്നെ തെറ്റായിപ്പോയി, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തിരുത്തലുകളോടുകൂടെ അതിനെ അതിജീവിക്കുന്ന ആളുകളും ധാരാളമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ
കൂടി വരുന്നതിന് മുൻപ് തന്നെ മറിയയ്ക്ക് ഇടയാകുന്നു. ദൈവത്തിൻ്റെ ഇടപെടലാണ് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത്. അതിന് പരിശുദ്ധാത്മാവിനാൽ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ രൂപപ്പെടുത്തുകയാണ്. അതിൻ്റെ ശബ്ദം ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയ കേട്ടു. അതവൾക്ക് വിശ്വസിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിലും ജീവിക്കുന്ന ഭവനാന്തരീക്ഷവും ചുറ്റുവട്ടങ്ങളും മൊത്തമായി തൂക്കി നോക്കുമ്പോൾ ഇത് വരുത്തി വെക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, ആലോചിച്ചിരുന്ന പുരുഷൻ കൈവെടിയും, അതൊക്കെ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ജോസഫ് ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലെറിഞ്ഞ് എറിയപ്പെടാൻ സാധ്യതയുണ്ട്. എന്തേ ഒന്ന് വായിച്ചു നോക്കണം സാവധാനതയിൽ. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അത് പോട്ടെ, അടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ അച്ഛൻ എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു ക്രൈസിസ്. നിങ്ങൾ ആ കൊച്ചിൻ്റെ സ്ഥാനത്തേക്ക്, മറിയയുടെ സ്ഥാനത്തേക്ക് നിങ്ങളെ ഒന്ന് നീക്കി വെച്ചത്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ വിശാലമായ ചിന്തകളും സങ്കടങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നു. അതുകൊണ്ടാണ് അവിടെ വായിച്ചത്, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു. എഴുന്നേറ്റു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരിക്കുന്ന കസേരയിൽ നിന്നോ ഇടത്തു നിന്നോ എഴുന്നേറ്റു എന്നുള്ളതല്ല, തീരുമാനിച്ചുറച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അതിജീവിച്ചേ മതിയാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം കേട്ട ശബ്ദം ഭീതി ഉളവാക്കുന്നുണ്ട്, അസ്വസ്ഥത ഉളവാക്കുന്നതുണ്ട്, സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്, ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പുരുഷനെ അറിയായികയാണ്. ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത അവൾക്കുണ്ടാകുന്നു. ഭ്രമിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഭ്രമിച്ചു, വിചാരിച്ചു എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം തൊട്ടു മുൻപുള്ള വേദഭാവമൊക്കെ സൂക്ഷിച്ചു. ഭ്രമിച്ചു, ബുദ്ധിമുട്ടുണ്ടാക്കി ഗബ്രിയേൽ ദൂതൻ്റെ ശബ്ദം. ദൈവം നമ്മളോട് സംസാരിച്ചാൽ ഏറ്റെടുക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അതിനോട്. എന്നാൽ കുറച്ചുകൂടെ അവളോട് സംസാരിച്ച ദൂതനോട് കാര്യങ്ങൾ വ്യക്തമായി അവൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനബന്ധത്തിൽ നമ്മൾ അതിനെ തുലനം ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവകൃപയോടെ അതിനെ സൂക്ഷ്മതയോടെ നമ്മൾ വിചിന്തനം ചെയ്യണമെന്ന് അതിനൊരർത്ഥമാണ്. ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശ്യമാണോ? ചോദ്യങ്ങൾ ചോദിക്കാം. സംശയത്തിലേക്ക് നയിക്കുന്ന ആളുകളോടല്ല, നമ്മളെ വീണ്ടും സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നവരോടല്ല, ശരിക്കും ഉത്തരം പറയുന്നവനോട് ബന്ധപ്പെടണമെന്നാണ്. അതാരേ ഉള്ളൂ? കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൾ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കറക്റ്റ് ഉത്തരവാണ്. നമുക്കതിന് നേരമില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ആരെങ്കിലുമൊക്കെ പറയുന്ന ഒരു രോഗം മാറിയില്ലെങ്കിൽ അടുത്ത ഡോക്ടറിനെ വേറൊരാൾ പറയും, അവിടോട്ട് പോവും. അവിടുന്ന് മാറിയില്ലെങ്കിൽ വേറെടുത്തോട്ട് പോവും. അങ്ങനെ പോയി നമ്മൾ യാത്ര ചെയ്യുന്ന രോഗത്തിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ ഭീതി ഉളവാകും, അന്ധാളിക്കും, സംശയമുണ്ടാകും, ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ എല്ലാറ്റിൻ്റെയും പര്യവസാനത്തിൽ ദൈവ ഉദ്ദേശ്യം നിറവേറ്റപ്പെടണം. ഇവിടുത്തെ ഈ വരവ് അതിനാണ്. നമ്മൾ ഏറെ സുഖമുള്ളവരും സന്തോഷമുള്ളവരുമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡെപ്ത് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, എന്നാൽ നമ്മളുടെ ശ്രദ്ധ മാർത്ത പലതിനെ ചൊല്ലിയതുപോലെ പലയിടങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് മതി എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ദൈവമേകനാണ്.
എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് മറിയ എലിസബത്ത് സംഗമം, ഞാൻ പലപ്പോഴും പറയും, മറിയ പാർക്കുന്ന വീടിനരികിൽ വേറെ ആളുകൾ പാർക്കാഞ്ഞിട്ടല്ല, അവളേക്ക് അവിടെ ഓടിപ്പോയാൽ മതിയായിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട ഈ മലനാടുകളിലൂടെ ഞാൻ ആ ദേശത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഒന്ന് കാണാനൊക്കെ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് അതുവഴി ഇങ്ങനെ ഞാൻ യാത്ര ചെയ്തു. കൂടെ കൊണ്ടുപോയ ഗൈഡൊക്കെ പറഞ്ഞു ഇതുവഴിയാണ് അന്നുണ്ടായിരുന്ന വഴി എന്നൊക്കെ. യെസ്, ആയിക്കോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഒത്തിരി ദൂരമുണ്ട്. ഇന്ന് തന്നെ ഈ കാലത്തിൽ തന്നെ നമുക്ക് വഴിയും ഇടവും വേണ്ട വിധത്തിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്തും ഒരു ഭയമോ അല്ലെങ്കിൽ ബന്ധപ്പാടോ ഒന്നും അവൾക്ക് വിഷയമല്ല. പോവുക. എന്തിനാണ് അവൾ അവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ ദൈവ ഉദ്ദേശത്തിന് വണങ്ങി വഴങ്ങി എന്താണോ നിവൃത്തിയാക്കാൻ പോകുന്നത് അതേപോലെയുള്ള ഒരു ദൈവ ഉദ്ദേശ്യത്തിന് വണങ്ങിയും വഴങ്ങിയും ഇരിക്കുന്ന ഒരാൾ ഇന്നിടത്തുണ്ടെന്ന ദൈവദൂതൻ്റെ ശബ്ദം കേട്ടു. ശരിയോ തെറ്റോ? നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് 32-ാമത്തെ വയസ്സിൽ ഗർഭം ധരിച്ചു. അങ്ങനെയാണോ? വാർദ്ധക്യത്തിൽ. അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് പോവാം, സാറയുടെ ജീവിതത്തിലേക്ക് പോവാം. തലമുറകളുടെ ജീവിതാനുഭവങ്ങളൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകാതിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഹന്നയെ പോലെയൊക്കെ. സക്രിയാവിൻ്റെ ജീവിതാനുഭവം അങ്ങനെയൊരു ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ നിൽക്കുമ്പോൾ നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത്, അനുഭവമുള്ളവരുടെ കൂടെ ഇരുന്നെങ്കിലേ ബലം കിട്ടത്തുള്ളൂ. കണ്ണുനീരിൽ ചാലിച്ച പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിരത്താൻ ദൈവാശ്രയവും ദൈവബോധവും വിനയമുള്ളവരുടെ അരികിലിരുന്നാൽ മാത്രമേ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാവുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിർബന്ധിച്ചല്ല നമ്മൾ വന്നത്. ഇരിക്കുന്നതിലുള്ള ഒരനുഭവം ലോകം നൽകുന്നതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് വിചിന്തനം ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ നിങ്ങൾ താഴോട്ട് വായിക്കണം. ഇപ്പോൾ വായിക്കണം. വന്ദനസ്വരം ചെവിയിൽ കേട്ടപ്പോൾ, ഏത് പിള്ളേ? കൃഷ്ണപിള്ളയാണ് അല്ല, അവളുടെ ഉള്ളിൽ ദൈവം രൂപപ്പെടുത്തിയ വാർദ്ധക്യത്തിൻ്റെ കാലത്ത് ഒരു യോഹന്നാൻ എന്ന് പേർ വിളിക്കുവാൻ രൂപപ്പെടുത്തുന്ന യേശുവിന്, കുഞ്ഞെ കൂടി വരുന്നതിന് മുമ്പ് നിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൽ രൂപപ്പെടുന്ന കുഞ്ഞിന് ചൂണ്ടുപലകയായി തീരുവാൻ എൻ്റെ ഉള്ളിൽ 16 മാസത്തിന് മുൻപ് രൂപപ്പെടുന്ന ഒരു കുഞ്ഞ് നിൻ്റെ ഉള്ളിൽ ആരംഭം കുറിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് 6-ാം മാസമാണ്. നിൻ്റെ വന്ദനസ്വരം ഉറങ്ങിത്തുടങ്ങിയോ? കുഴപ്പമില്ല, ഉറങ്ങിക്കോ, ധൈര്യമായിട്ട് ഉറങ്ങി. അതോ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇത്രയും പറഞ്ഞിട്ടും ഉറങ്ങാം. അല്ല, ദൈവം അങ്ങനെ ഒരു കൃപ തരുന്നിട്ടൊന്നുമില്ല. നിന്റെ വന്ദനസ്വരം, നിന്റെ ശബ്ദം, നിന്റെ വിനയം, നിന്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, ഭാരം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആനന്ദം കൊണ്ട് എൻ്റെ മനസ്സും ആനന്ദിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരനക്കം. അല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയവർക്കറിയാം. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഗർഭം ധരിച്ചെന്നല്ല പറഞ്ഞു, എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നത് നമുക്കാർക്കും അറിയത്തില്ല. ആ അമ്മയുടെ വയറ്റിൽ അങ്ങനെ കിടന്നു. പശുക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, 2-3 പശു. അതൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ തുടങ്ങുമ്പോൾ ആട്ടിൻകുട്ടികൾ, പശുക്കുട്ടികളൊക്കെ ഇങ്ങനെ തലയൊക്കെ, അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. അതാണ്ട് കുഞ്ഞ് ആരോഗ്യമുള്ളത്. നിന്റെ വന്ദനസ്വരം, നിന്റെ ശബ്ദം ഈ കാതിലോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തൊരു സന്തോഷം. മൊത്തമായി എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. രണ്ടുപേർ തമ്മിലുള്ള ശബ്ദമാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഈ ആനന്ദത്തിന് കാരണം. നീണ്ട പ്രസംഗമൊന്നും വേണ്ട.
കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നാളിതുവരെയുള്ള നമ്മളുടെ ജീവിതാനുഭവങ്ങൾ വിനയപൂർവ്വം ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ മാത്രമല്ല, ഇവിടെ ദൂരെ ഇരുന്ന ആളുകൾ, ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ണ് വയ്ക്കാതെ കാത് കൂർപ്പിച്ചിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഇത്രയും കാലത്തെ നമ്മളുടെ ജീവിതാനുഭവങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എത്ര ആളുകൾക്ക് നമ്മൾ സന്തോഷം വരുത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ കാര്യം പറയുന്നത്. എത്ര ആളുകൾക്ക് നമ്മളുടെ ഈ സാധാരണ പറയുന്നതിൻ്റെ വിട്ട് എല്ലില്ലാതെ വളയ്ക്കാൻ പറ്റിയ ഈ നാവ് കൊണ്ട് ഒരു ബലം പകരാൻ കഴിഞ്ഞിട്ട്, ഭാരപ്പെട്ട് എവിടെ ഒരു ആശ്രയമെന്ന് ചിന്തിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, പേടിക്കണ്ട. ഭാരപ്പെടണ്ട എന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ഭാരപ്പെടണ്ട, ഉണ്ടെന്ന് പറഞ്ഞില്ലേ കൂടെ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ട്. ഞാനൊരു ലളിതമായ ഭാഷയിലാണിത് പറയുന്നത്, തിയോളജി ഒന്നുമല്ല, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരാളിൻ്റെ വാക്ക് ശ്രദ്ധിച്ചാൽ അയാളുടെ സ്വഭാവവും ജീവിത ദർശനവും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. ശരിയോ തെറ്റോ? ഒരാളിൻ്റെ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആളുടെ സ്വഭാവം ഏറെക്കുറെ നമുക്ക് വായിക്കാം. അത് ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ട് വിട്ടു പോകുമ്പോൾ നമ്മൾക്ക് സ്വീകാര്യമാകേണ്ട അല്ലെങ്കിൽ സ്വന്തമാക്കേണ്ട ഒരു കാര്യമാണ്, നിർബന്ധപൂർവ്വം. ഇന്ന് മുതൽ എൻ്റെ എല്ലാ വാക്കുകളും ഉപ്പിനാൽ രുചി വരുത്തിയതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശുദ്ധീകരിച്ചതാണ്. ഉപ്പ് ശുദ്ധീകരിക്കുന്നത്, കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. നാവിൽ ക്യാൻസർ ഉള്ള ആളുകൾക്ക് വെന്ത ചോറും വെന്ത ചെറുപയറും ഉപ്പും കൂടെ നല്ലതായിട്ട് ഞെരടി, ഒരാളിൻ്റെ ക്ഷീണം കണ്ടപ്പോൾ ഞാൻ നാവിലോട്ട് വെച്ചു കൊടുത്തു. ഞാനിവിടെയോ 1-2 ധ്യാനയോഗങ്ങളിൽ ഇത് ഷെയർ ചെയ്തു. പക്ഷേ അത് ഇറക്കാൻ കഴിയാതെ വിശപ്പുണ്ടെങ്കിലും കൈകൊണ്ട് തന്നെ തട്ടിക്കാടാൻ ഈ നാക്ക് സഹായിക്കുന്നില്ല പുറകിലോട്ട് വിടാൻ. നാവിലെ വ്രണവും ക്യാൻസറിൻ്റെ മരം. ചുമ്മാ നാവൊന്ന് തട്ടി നോക്കി എവിടെയെങ്കിലും, ഒരു പ്രശ്നമില്ല. അത് നമുക്ക് ഇഷ്ടാനുസരണം അങ്ങ് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. എന്നാൽ രോഗം ഇല്ലാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന് വേണ്ടി, അതിൻ്റെ കാഠിന്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ കിടന്ന് നമ്മൾ കളിക്കും. ഒരാളിൻ്റെ ശബ്ദം, വാക്കുകൾ ആ ആളിൻ്റെ സ്വഭാവവും ആ ആളിൻ്റെ ദർശനവുമാണ്. ഒരച്ഛന് ഒരു സേവിയാ സംഘത്തിൻ്റെ ദിനത്തിൽ അതിൻ്റെ സെക്രട്ടറിയെ, പള്ളി ചോദിക്കരുത്, വിളിച്ചപ്പോൾ ആ വീട്ടിലെ സേവിയാ സംഘ സെക്രട്ടറിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ് എടുത്തത്. അവർ തമ്മിലുള്ള ഏതോ അമ്മയും മരുമോളും തമ്മിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അച്ഛനാ വിളിച്ചതെന്നറിയാതെ മരുമോടെ പേര് ചോദിച്ച് അവിടെ ഉണ്ടോ, അന്നത്തെ ആരാധന ക്രമീകരിക്കുന്നതിനായിരിക്കും. ഈ മദറിലോ അച്ഛനാണെന്നറിയാതെ തട്ടിക്കയറി മരുമകളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും. അച്ഛനതൊരു 1-1.5 മിനിറ്റ് കേട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ആൻറ്റി ഞാൻ പള്ളിയിൽ നിന്ന് അച്ഛനാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് അച്ഛാ. ആരാ വിളിച്ചതെന്നോ, എന്തിനാ വിളിച്ചതെന്നോ, ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത്, വല്ലതും പിടികിട്ടിയോ? ഞാൻ എന്നോട് സംസാരിക്കുക, എന്നെ കേൾക്കുന്ന ആളുകളോട് സംസാരിക്കുക. ദൈവം എന്താണോ കർത്താവ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ച് ഞാൻ ഷെയർ ചെയ്യുക. ഇവരുടെ 2 പേരുടെയും സംഗമത്തിൽ എന്ത് തോന്നി? നിന്റെ ശബ്ദം എൻ്റെ കാതിൽ വന്നപ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു പ്രത്യേക അനുഭവം എനിക്ക് ഉണ്ടായി. കന്യാമറിയത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവളുടെ വലിയവനായ ദൈവത്തിലുള്ള ശക്തമായ വെളിപ്പെടുത്തലാണ് അവൾ താഴോട്ടങ്ങോട്ട് വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നത്. കൗമാരപ്രായക്കാരിയാണ്. ശരിയോ തെറ്റോ? 14-15 എനിക്കറിയില്ല. അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് പറയാമായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എടുത്തുകൊണ്ട് അറിയില്ല.
ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ വിശ്വാസം, അവിടുത്തെ പ്രവൃത്തിയെക്കുറിച്ചുള്ള വിശ്വാസം. ശക്തനായവൻ എങ്കൽ വലിയവ, ശക്തനായവൻ എങ്കൽ വലിയവ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധവുമാണ്. ദൈവം ശക്തനാണെന്ന് അവൾക്കങ്ങനെ മനസ്സിലായി. ഇതാണ് എൻ്റെ അടുത്ത ചിന്ത. ഈ കൊച്ചിന് ഈ 13-14 വയസ്സ് പ്രായം, എനിക്കറിഞ്ഞുകൂടാ. ദൈവം, അദൃശ്യനായ ദൈവം ഈ പ്രതിസന്ധിയിൽ ശക്തനാണെന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രാപ്തി അവൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? നമ്മൾ പറയും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ശരിയാണ്, അതിനൊന്നും ഞാൻ എതിരല്ല. അത് പറയാനുള്ള കൃപയോടുകൂടെയുള്ള ബലം അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ പിൻവാങ്ങുന്നു. അവളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് അവൾക്ക് ലഭിച്ചു എന്നാണ് എൻ്റെ വിചാരം. ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നല്ല സൺഡേ സ്കൂൾ അധ്യാപകരുണ്ടെങ്കിൽ അവരിൽ നിന്ന് പകർന്നു. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ആരായിരിക്കണമെന്നുള്ളത് വായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളത്. മാതാപിതാക്കന്മാർ ജന്മം നൽകി സമൂഹത്തിനും ദൈവത്തിനും നന്മയായത് ചെയ്യുവാൻ തക്കവണ്ണം രൂപപ്പെട്ട് കിട്ടണമെന്ന് പ്രതീക്ഷയോടുകൂടെയാണല്ലോ ഞായറാഴ്ച ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി ഒരുക്കും. അപ്പം നമ്മുടെ മുൻപിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ദൈവം ശക്തനാണെന്ന് മാതാപിതാക്കന്മാരുടെ അരികിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്ന ഇടം കൂടെയാണ് പരിശുദ്ധാലയം. അതുകൊണ്ടാണ് പതിവ് പോലെ യേശു ദേവാലയത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ആ വാക്കുകളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. മുടക്കം കൂടാതെ ക്രമീകൃതമായ വിധത്തിൽ ഒന്നും വിട്ടുവീഴ്ചയില്ലാതെ മാതാപിതാക്കന്മാർ കൊണ്ടുപോയി എന്ന് ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരുവെഴുത്തുകൾ ശ്രദ്ധാപൂർവം ധ്യാനിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവത്തോടും വചനത്തോടും ഒക്കെയുള്ള ബന്ധത്തിലാണ് അവൾക്ക് ദൈവം ശക്തനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഇരിക്കുമ്പോൾ വചനബന്ധത്തിൽ ദൈവബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. വചനത്തിലൂടെ ദൈവബന്ധം നമ്മൾ അരക്കിട്ടുറപ്പിക്കുക. അതുകൊണ്ട് പോയിന്റുകൾ എഴുതി പോവുകയല്ല, ആശയങ്ങൾ കേട്ടുപോവുകയല്ല. എന്താണോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുൻ തലമുറകൾ അഭിമുഖീകരിച്ചപ്പോൾ അവരതിനെ അതിജീവിച്ചത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യം ഇതാണെന്നാണ് എൻ്റെ ചിന്ത. വചനബന്ധം എത്രമാത്രമുണ്ട്. ഞാനൊരു വീട്ടിൽ ഞാൻ ഈ നിരണം മാരാമൺ കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ അത് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയപ്പൻ എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പൻ്റെ അപ്പൻ കസേരയിൽ ആത്മാവിന് ശാന്തി കൊടുത്തുകൊണ്ടിരിക്കുക അദ്ദേഹം. മനസ്സിലായില്ല? ആത്മാവിന് ശാന്തി, കാലിന്മേൽ കാലൊക്കെ വെച്ച്. ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു 3 വയസ്സുകാരൻ താഴെ ഇരുന്ന് പുതിയ നിയമം തുറന്നു വെച്ച് ഓരോ താളുകൾ ഇങ്ങനെ കീറുക. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഈ കുഞ്ഞ് കീറുന്ന പുസ്തകം എന്താണെന്ന് മനസ്സിലായില്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, അവൻ എപ്പോഴും ഇങ്ങനെ അത് കീറിക്കൊണ്ടേയിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ്, നിങ്ങൾ വിചാരിക്കരുത്. ഞാനതെടുത്ത് മുത്തം ചെയ്ത് ആ പേപ്പറുകളെല്ലാം ക്രമീകരിച്ച് ഉയരത്തിൽ വെച്ച് അവിടെ എടുത്ത് വെച്ചു. അവൻ കരഞ്ഞോടി, അത് വേറൊരു കാര്യം, പുസ്തകം മേടിച്ചു. വചനത്തോടുള്ള നമ്മുടെ ബന്ധം എത്ര വലുതാണ്. ഈ താഴെ കിടക്കുന്ന വരച്ച പേപ്പറിനോടും മാഗസിൻ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്ന പേപ്പറിനോടുള്ള ബന്ധത്തിലാണോ ഈ തിരുവെഴുത്തിനെ നമ്മൾ കാണുന്നത്? ഈ കുട്ടിക്ക് ജീവിതത്തിൻ്റെ ക്രൈസിസ് ഈ യൗവനക്കാരി കൗമാരപ്രായക്കാരി അഭിമുഖീകരിച്ചപ്പോൾ ഈ ശക്തി, ദൈവം ശക്തനാണെന്ന് ലഭിച്ച ആ കൃപ എവിടെ നിന്ന് കിട്ടിയതാണ്? ഞാൻ പറഞ്ഞു. താഴെ 2-3 കാര്യങ്ങളോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ദൈവത്തോടും വചനത്തോടുമുള്ള ബന്ധം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. കുറഞ്ഞു പോകരുത്, കുറച്ച് കളയരുത്. നമ്മളുടെ കണ്ണ് പൂട്ടി ക്ഷീണാവസ്ഥയിലായാൽ, ഈ ദിവസങ്ങളിൽ ഞാനൊരു 10, 15, 18, 20 പേരെയെങ്കിലും പ്രായമുള്ളവരെ നേരിൽ കാണാനും സംസാരിക്കാനും ഇവിടെ. ഫോണിലൂടെ വിളിക്കുമ്പോൾ ശബ്ദം പോലും നേരത്തെ ഉണ്ടായിരുന്നതല്ല.
വളരെ ക്ഷീണിതനാണ്. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞ ദിവസം ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്നെ മനസ്സിലായോ അങ്ങേക്ക്? അച്ഛനെ എനിക്കറിയാം, ഞാൻ നേരിൽ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും എല്ലാം മനുഷ്യർ ക്ഷീണിതരായി തീരുന്നൊരു കാലമുണ്ട്. നമ്മളുടെ ഈ സൗന്ദര്യമൊക്കെ പര്യവസാനിക്കുന്ന ഒരു കാലമാണ്. എന്നും നമുക്ക് ഈ സ്ഥാനവും പദവിയും അധികാരവും ഒക്കെ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ സൗന്ദര്യമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എല്ലാം ചോർന്നു പോകുന്ന ഒരു കാലം വരും. എന്നാൽ ഈ കണ്ണു തുറക്കാനും കൈ ഉയർത്താനും ശബ്ദിക്കാനും എല്ലാ വിധത്തിലും നൽകിയിരിക്കുന്ന കാലങ്ങൾ, നല്ല കാലങ്ങൾ, ആരോഗ്യപരമായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുകയാണെങ്കിൽ, പ്രയോജനപ്പെടുകയാണെങ്കിൽ, അവിടെയാണ് നമ്മളുടെ ധന്യത എന്ന് പറയുന്നത്. അറിവിന് പരിധിയില്ല, എന്നാൽ അറിയേണ്ടത് അറിയാതിരിക്കുന്ന ഒരു കാലമാണ്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ എന്തില്ല? അറിവിന് പരിധിയില്ല, അറിയേണ്ടത് അറിയുന്നില്ല. അറിയേണ്ടത് ഏതാ? അത് നിങ്ങൾക്കറിയാം ഏതാ അറിയേണ്ടതെന്നുള്ളത്. അതിൻ്റെ പേര് പരിജ്ഞാനമെന്നാണ്. ബുദ്ധിയുണ്ട്. 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്യും. കൊടുത്തു നോക്കാം, അന്നേരം അറിയാം ഞാൻ പറയുന്നത് ശരിയാണോ. മാതാപിതാക്കന്മാരെ പഠിപ്പിക്കും, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്. അടുത്ത സമയത്തൊരു അപ്പൻ പറഞ്ഞു, കൊച്ചിനോട് ചോദിച്ചു, എങ്ങനെയാടാ ഞാൻ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ഫോൺ നീ അഴിച്ചത്, ഓപ്പൺ ചെയ്ത്? 4 വയസ്സുകാരൻ പറഞ്ഞു, അതിനൊരു പ്രയാസമില്ല. അപ്പൻ പുറത്തേക്ക് പോയപ്പോൾ ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഫോൺ എടുത്ത് ഞാനൊന്ന് ചരിച്ച് നോക്കിയപ്പോൾ അപ്പൻ്റെ കൈവിരൽ പോയ പാടി ഞാൻ കണ്ടു. അതിലൂടെ ഞാൻ വരച്ചപ്പോൾ കറക്റ്റായി. അവൻ്റെ മനസ്സിലത് പറഞ്ഞു. ഷാർപ്പ്. നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം അപ്പുറത്തെ മുറിയിലാണെങ്കിലും ഒപ്പിയെടുക്കുന്ന മക്കളുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഓർത്തണം. വായിച്ചാൽ അറിവ് കിട്ടും, നോളജ്. ബട്ട് നോളജ് പ്ലസ് ഗോഡ് ഈസ് ഈക്വൽ ടു വിസ്ഡം. ഈ അറിവിൻ്റെ കൂടെ ദൈവം കൂടെ ചേരുമ്പോഴാണ് വിസ്ഡം അല്ലെങ്കിൽ വിവേകം. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരിടത്ത് നിന്നപ്പോൾ ഞാനിങ്ങനെ പറയും, ഇതിങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ വട്ടാണെന്ന്. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാ അല്ലേ? അവൻ അവിടെ നിന്നോട്ട് കറങ്ങുക, ഈ ഫാൻ എന്ന് ഇടുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അറിയില്ല. ഇങ്ങനെ കാണിച്ചാൽ എന്നെ അർത്ഥം വെള്ളം വേണം. ഇങ്ങനെ കാണിച്ചാൽ എന്നെ അർത്ഥം തന്നെ നമുക്കറിയാം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരോട് ചോദിക്കണം, എന്താ അമ്മേ വട്ടാണ്? വിവേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയുന്നതല്ല, തിരിച്ചറിഞ്ഞ് ശരിയെ ചെയ്യുന്നതും തെറ്റിനെ ചെയ്യാതിരിക്കുന്നതിൻ്റെയും പേരാണ് വിവേകം എന്ന് പറയുന്നത്. തിരിച്ചറിവ് മാത്രമല്ല, ശരി ചെയ്യണം, തെറ്റ് ചെയ്യാതിരിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് വിസ്ഡം. അതിൻ്റെ പേരാണ് വിസ്ഡം. ഇവിടെ അവൾ പറയുകയാണ്, എൻ്റെ ദൈവം ശക്തനാണ്. ശക്തനായവൻ എന്ത് ചെയ്തിരിക്കുന്നു? വലിയവ എങ്കൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് 49-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ ജീവചരിത്രം അവളുടെ ബാല്യപ്രായത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ പ്രമാണം മാതാപിതാക്കന്മാർ മക്കളിൽ നിവൃത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു വിരിച്ചാൽ നമ്മളുടെ കൂടെ നിർബന്ധം കൂടാതെ എത്ര കുഞ്ഞുങ്ങൾ വന്നിരുന്നിട്ടുണ്ട്, ഇരിക്കും. 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് നമ്മളുടെ വീട്ടിലൊരമ്മ പ്രാർത്ഥിക്കുന്നതുണ്ടെങ്കിൽ സന്ധ്യയാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു തുണി അവളുടെ തലയിൽ അവൾ വലിച്ചിടും. എന്നിട്ടൊരു വലിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അങ്ങനെ ആ വലിക്കാതെ അതിനെ ഏത് ശക്തിയാണ് അകറ്റുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ഈ ലോകപരമായ കാര്യങ്ങളിൽ ഏതുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കും. മനസ്സിലായി? എന്നാൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഈ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു എന്നാണ്. ഈ ചെങ്കടൽ വിഭജിച്ച ഒരു ദൈവമുണ്ട്. ശരിയോ തെറ്റോ?
നമ്മൾ പാട്ടുകാരനൊക്കെ അത് പാടി നമ്മളെ കേൾപ്പിക്കും. നമ്മൾ അന്നേരം ഒന്ന് പാടി ആനന്ദിക്കും, ചരിത്രം അറിയാവുന്നത്. മരുഭൂമിയിൽ മന്ന പിടിച്ച ഒരു ദൈവമുണ്ട്. കാടപ്പക്ഷിയെ പറത്തിയിറക്കിയ ഒരു ദൈവമുണ്ട്. ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ ഒന്നൊന്നായി ശത്രു സൈന്യം പിന്നിലൊക്കെ വരുന്ന സന്ദർഭം മുതലുള്ളതിനെ മറികടക്കുവാൻ പ്രാപ്തിയേകിയതും വഴിയൊരുക്കിയതുമായൊരു ദൈവമുണ്ട്. ചരിത്രം മുഴുവൻ അവളുടെ മനസ്സിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ശരിയോ തെറ്റോ? അല്ലെങ്കിൽ അവൾ അങ്ങനെ പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കല്ലേറ് കൊല്ലും, അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടും, സമൂഹം ഒറ്റപ്പെടുത്തും, ജീവിതം പര്യവസാനിക്കും, എല്ലാം അവിടെ പൂർത്തീകരിക്കപ്പെടും. ഞാൻ പറയുന്നൊരു വേദഭാഗം വായിക്കണം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 19 വായിക്കണം. എബ്രായർ 11:19 വായിച്ചോ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ വരച്ചേക്കണം. ദൈവം ശക്തൻ വരയ്ക്കണം എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അത് ആരുടെ വിശ്വാസമാണ്? അബ്രഹാമിൻ്റെ വിശ്വാസവും ജീവിതാനുഭവവും അവിടെ രേഖപ്പെടുത്തുകയാണ് എബ്രായ ലേഖനകർത്താവ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ. ഇത് അബ്രഹാമിൽ മാത്രമല്ല, എൻ്റെ ഒരു നിർവചനത്തിൽ സാറയിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ സാറയും പുറപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു വാഗ്ദത്ത സന്തതി രൂപപ്പെടുന്നത്, ഉണ്ടാകുന്നത്. ആ കുഞ്ഞിനെയാണല്ലോ ബലിയർപ്പിക്കാൻ അബ്രഹാം നിർബന്ധിതനാക്കപ്പെടുന്നത്. ഈ സാറ ഈ കുഞ്ഞിനെയുമായി അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ, എന്നെ ശ്രദ്ധിക്കണം, യാത്ര ചെയ്യുമ്പോൾ തടസ്സം നിന്നതായിട്ട് വേദപുസ്തകത്തിലുണ്ടോ? അവൾക്കറിയാമായിരുന്നു, കൽദേരുടെ ഊരിലെ ഊഷ്മരതയിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ. ഈ ജീവിതയാത്രയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളെ വഴി നടത്തിയ ഒരു ദൈവം. ഞങ്ങൾ തൽക്കാലത്തിന് വേണ്ടി മാറി മാറി ടെൻറ്റുകൾ അടിച്ച് താമസിക്കുമ്പോഴും അവിടെ യാഗപീഠം പണിത് സത്യദൈവത്തെ വിളിച്ച ദൈവത്തെ, സത്യദൈവത്തെ ആരാധിച്ചപ്പോൾ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ഈ വാർദ്ധക്യകാലത്ത് 100 വയസ്സ് തികയുമ്പോൾ, അതിനോടടുത്ത് ഞാൻ വരുമ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ മൂല്യബോധത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത, ദർശനം ഞങ്ങളെ ഭരിച്ചപ്പോൾ ഞങ്ങളുടെ നെറുകയിൽ കയറിയ ഒരു വലിയ ഫെയ്ത്തുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവൾ മൗനമായി വിശ്വസിക്കുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുമായി, ഞങ്ങളുടെ കുഞ്ഞുമായി മോറിയ മലയിൽ ചെന്ന് യാഗം കഴിച്ചിരുന്നാലും ആ ചാമ്പലിൽ നിന്നും മണ്ണിൽ നിന്നും ചാരത്തിൽ നിന്നും അനേക കുഞ്ഞുങ്ങളെ ഉയർപ്പിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ. അവൻ മരിച്ചാൽ പോലും അവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ആരാണ്? ദൈവം ശക്തൻ എന്ന് എണ്ണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൈവിരൽ മടക്കി എണ്ണി എന്നുള്ളതല്ല, മനസ്സിൽ കൃത്യമായി വിശ്വസിച്ച് സൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ വിശ്വസിക്കുക മാത്രമല്ല, എണ്ണുക മാത്രമല്ല, തിരികെ പ്രാപിക്കുകയും ചെയ്തു. പോയ പോക്കിൽ അബ്രഹാം പറയുന്നുണ്ട്, ഞാനും എൻ്റെ മകനും കൂടെ പോയി എന്ത് ചെയ്യും? ആരാധന കഴിഞ്ഞ്, യാഗമല്ല, ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമെന്നുള്ളതാണ്. ക്ലോസ് റിലേഷൻഷിപ്പാണ്, ഹെൽത്തി റിലേഷൻഷിപ്പാണ്, ഡീപ്പ് കമ്മിറ്റ്മെൻ്റാണ്, ഡീപ്പ് റിലേഷൻഷിപ്പാണ്, ഡീപ്പ് അറ്റാച്ച്മെൻ്റാണ്. ദൈവത്തോടുള്ള ബന്ധം ജീവിതത്തിൻ്റെ ശക്തമായ അനുഭവത്തിൽ സൂക്ഷിക്കുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ചിരി വരും. എൻ്റെ ദൈവം എന്നോടുകൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണെന്നുള്ളതല്ല, മാത്രമല്ല, ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ഇതൊന്നും ഞാൻ ഭാരപ്പെടാൻ പോകുന്ന പോലെ സംഭവിക്കത്തില്ല. പിന്നെ ഞാനെന്തിനാ ഭാരപ്പെടുന്നതെന്ന് സ്വയം പറയും. അതിനാ വേദന. നമ്മളൊരു ക്രൈസിസ് അഭിമുഖീകരിക്കുമ്പോൾ ഉറങ്ങുന്ന ആൾ അടുത്ത ആളിൻ്റെ തലയിൽ ചെന്ന് തലമുട്ടരുത്, ആ ആളും ഉണരും.
ഞാനൊരു ക്രൈസിസ് അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളതിനാൽ ബന്ധമാണ്. ആരോടുള്ള ബന്ധം? അച്ചാച്ചനോടുള്ള ബന്ധമല്ല, അച്ചായനോടുള്ള ബന്ധം, അപ്പുറത്തെ അമ്മാമ്മയോടുള്ള ബന്ധമല്ല. അത് താണ്ട് ഇതിലൂടെ കിട്ടും. അത് ശാന്തമായിരുന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ വേള കഴിഞ്ഞാൽ ഉടനെ തന്നെ പടം തുടങ്ങുക, വൈകിട്ട് അല്ലേ? ടി വിയുടെ കാര്യം പറയും. സന്ധ്യയെങ്കിൽ കരയുന്നൊരു പെൺകുട്ടി, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം. കരയുന്ന ഒരു പെൺകൊച്ചിൻ്റെ സീരിയലൊക്കെ കാണാറ്, എനിക്കറിയത്തില്ല. ഈ ഇടവേള കഴിഞ്ഞാൽ, ഈ പരസ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയില്ല സങ്കീർത്തനമായി കേൾക്കുന്നവർ വിചാരിക്കും അച്ഛൻ എന്നാ കുഴപ്പമല്ല വിശ്വസിച്ചു. ആ ബന്ധമല്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. സജീവമായൊരു ബന്ധമുണ്ടാകണം. ഓഫി മോനെ ഓഫ് ചെയ്യാനല്ല പറഞ്ഞ്, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം. ചെറുപ്പം മുതൽ തലയിൽ തുണിയിട്ട് 2 വയസ്സുകാരി 2.5 വയസ്സുകാരി കൊണ്ടുവന്ന പായിൽ അവൾ കൊണ്ടുവരുമ്പോൾ വെരി ഗുഡ്, അമ്മ പാടാൻ പോവാ, കുഞ്ഞും പാടണം. ആ അമ്മ കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ കുഞ്ഞിന് സഹിക്കാവതല്ല. അതുകൊണ്ട് 2 വയസ്സുകാരി 1.5 വയസ്സുകാരി ചോദിക്കും, അമ്മ 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 എന്തിനാ കരയുന്നത്? അമ്മ തന്നെ, അമ്മയുടെ കണ്ണീർ ആ കുഞ്ഞ് തന്നെ ആ കുഞ്ഞ് വിരലുകൊണ്ട് തട്ടും. മോനെ മമ്മി പ്രാർത്ഥിക്കുക, യേശപ്പച്ചനോട് പ്രാർത്ഥിക്കുക, കൺവേ ചെയ്യുക. അവൾക്ക് മനസ്സിലാകുക, ഞാനൊരു ഭാരം അനുഭവിക്കുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ കരയുന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട്. ശക്തമായ കാര്യങ്ങളിൽ നടത്തുന്നൊരു ദൈവം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അമ്മയിലൂടെ പ്രവർത്തിക്കും. എൻ്റെ അപ്പൻ വേദപുസ്തകവുമായി ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് ആ കുഞ്ഞ് വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നെറുകയിൽ സൂക്ഷിച്ച് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഒരാൾ പറഞ്ഞു, എത്ര സന്തോഷത്തോടെ ജീവിച്ച ഒരാളാണ് ഞാൻ. ഈ നാളുകളിൽ എനിക്കിത് അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതാനുഭവങ്ങളിൽ പല സന്തോഷിക്കാൻ, അതിനേക്കാൾ അപ്പുറമായി സന്തോഷിക്കാനുള്ള കാലം ദൈവം തരും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അപ്പുറമായി ഇത് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാൻ കാരണം അബ്രഹാമിന് എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ പോയി വായിച്ചാൽ മതിയായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 15:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഓർത്തിരുന്ന് വായിക്കണം. ജനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 1 to 10. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ് എൻ്റെ ധ്യാനത്തിന്. ജനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 1 to 10. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്ക് സമ്മാനമായി തരുന്ന ഈ കുഞ്ഞ്, തരാൻ പോകുന്ന പൈതൽ 22-ലാണല്ലോ അതിനെ യാഗം കഴിക്കാൻ ഏൽപ്പിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തിലെ സംഭവം. ആ കുഞ്ഞ് ഈ മോറിയ മലയിൽ മരിച്ചാൽ ഈ വാഗ്ദത്തം നടക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം കാണുന്നത് വചനത്തിലാണ്. വചനം അക്ഷരക്കൂട്ടമല്ല, അക്ഷരം പുറന്തോടാണ്, എന്നാൽ വചനം അകക്കമ്പാണ്. മലയാള മനോരമ പുറന്തോടാണ്, അത് വായിക്കും, കീറിക്കളയും, പല കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടും. എന്നാൽ ഇത് കീറാനുള്ളതല്ല. അതുപോലെയുള്ള അക്ഷരങ്ങളുടെ കൂട്ടമാണ് വചനത്തിൻ്റെ രൂപപ്പെടലെങ്കിലും ഇത് പുറന്തോടല്ല, ഇത് അകക്കാമ്പാണ്. ഇത് ജീവനുണ്ട്. ഈ വചനത്തിൽ യേശുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വചനത്തിൽ ജീവിക്കുന്ന ദൈവമുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയാൻ കാരണം. 3-4 പേരെ ചാർജ് ആയുള്ളൂ ഇതുവരെ. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു. നിങ്ങളെന്നോട് ക്ഷമിക്കണം. നാവ് ചലിപ്പിക്കാൻ കഴിവുള്ളപ്പോൾ എന്ന് പറയുന്നതല്ലാണ് എനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞെന്നുള്ളത്. നിർബന്ധമൊന്നുമില്ല.
അല്ലേ? അങ്ങനല്ലേ? അതുകൊണ്ട് ഈ വാഗ്ദത്തത്തിൽ വിശ്വസിപ്പാനായിട്ട് അബ്രഹാം ശ്രമിച്ചപ്പോൾ പറയുകയാണ്, സാറയും അതിൽ പിന്തുടർന്നു. ഈ കുഞ്ഞിലേക്കും അത് പകരുകയാണ്. അവൻ ഓടുന്നില്ല, കയ്യും കാലും കെട്ടുമ്പോൾ അവൻ പറഞ്ഞു കാണും, ദൈവം വാസ്തവമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ധന്യനാണ്. ഈ ചിതയ്ക്ക് തീ കൊളുത്തി ഈ വിറകിനോട് ചേർന്ന് എൻ്റെ ശരീരം കത്തി അമർന്നു ഒരു യാഗവസ്തു പോലെ മുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ ആ ശരീരത്തിൻ്റെ പുകയിൽ ദൈവം സംതൃപ്തിപ്പെടുന്നുവെങ്കിൽ ഞാൻ എത്ര ധന്യനാണ്. അവിടെ എഴുതിയിട്ടില്ല. ചിന്തിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഓടുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇട്ടേച്ചോടുന്നില്ല, അവനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഹകരിക്കുകയാണ് എന്നുള്ളത്. രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന വിശ്വാസമാണ് വിപത്തിലെ ധൈര്യം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആ വാക്ക് ശ്രദ്ധിച്ചോ? രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് എന്ന വിശ്വാസമാണ് വിപത്തിലെ, ആപത്തിലെ ധൈര്യം എന്നുള്ളത്. ആപത്തിലെ ധൈര്യം എന്താണ്? പറഞ്ഞു നോക്കി. രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന വിശ്വാസമാണ് ആപത്തിലെ ധൈര്യം. ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞുതരാം. കാരണം എപ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രൈസിസ് അഭിമുഖീകരിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആരുമില്ലെങ്കിലും ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഞാനുണ്ടെന്ന് പറയാൻ കഴിയണം. അവരവർ തന്നെ പറയണം, എനിക്ക് ആരുമില്ലെങ്കിലും ദൈവം കഴിഞ്ഞാൽ എനിക്കാരുണ്ട് എന്ന് സ്വയമായി പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മിൽ വസിക്കുന്ന ഒരാത്മാവ് ദൈവത്തിൻ്റെതാണെങ്കിൽ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ എന്ന് സ്വയം പറയണമെന്ന് ദാവീദ് നമ്മളെ പഠിപ്പിച്ചു. എൻ്റെ ആത്മാവേ, നിന്റെ ആത്മാവേ എന്നല്ല അവിടെ എഴുതി, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? വിപത്തിൻ്റെ സന്ദർഭത്തിൽ ആരും എനിക്ക് സഹായമില്ലെങ്കിലും ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഞാനുണ്ടെന്ന് പറയാൻ കഴിയും. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ മനഃപൂർവ്വമായി ഈ മാസത്തിൻ്റെ അവസാനത്തെ അനുഭവങ്ങളിൽ ഇത് പറയണമെന്നാണ് എൻ്റെ ചിന്ത. കുറേ നാളിന് മുമ്പ് മലയാള മനോരമയിൽ അതിൻ്റെ പ്രധാന പേജിൽ ഒരു വാർത്ത വന്നു. ദൈവമേ, ആ പൈലറ്റ് ആ നമ്പർ ഓർത്തില്ലായിരുന്നെങ്കിൽ എന്നാണ് ആ കോളത്തിനകത്തിൽ തലക്കെട്ട്. ദൈവമേ, പൈലറ്റ് ആ രഹസ്യ നമ്പർ ഓർത്തില്ലായിരുന്നെങ്കിൽ. പേപ്പർ കട്ടിങ്ങിൽ ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്, ഒരുപാട് പേപ്പർ കട്ടിങ്. ആ രഹസ്യ നമ്പർ പൈലറ്റ് ഓർത്തില്ലായിരുന്നെങ്കിൽ. ഞാനത് വായിച്ചു. ഒരു ഞായറാഴ്ചത്തെ സംഭവമായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വായിച്ചു. എന്തെങ്കിലും ദൈവജനത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ. ദുബൈയിൽ നിന്നൊരു ഫ്ലൈറ്റ് പറന്നു പൊങ്ങുകയാണ് പൂനെക്ക് പോകാൻ. ഒരു ലെവൽ കഴിഞ്ഞാൽ പൈലറ്റ് ഇല്ലെങ്കിലും ക്രമപ്പെടുത്തിയിരിക്കുന്ന ഗതി അനുസരിച്ച് അത് നീങ്ങിക്കൊള്ളും. പക്ഷേ അങ്ങനെ ക്രമപ്പെടുത്തിയ ശേഷം പ്രധാന പൈലറ്റ് ക്യാബിനകത്തിൽ നിന്ന് വാഷ്റൂമിലേക്ക് പോവുകയാണ്. ഡോറ് ക്ലോസ് ചെയ്തിട്ട് വാഷ്റൂമിലോട്ട് കയറി ഡോറ് ക്ലോസ് ചെയ്ത് പോയ കാര്യങ്ങൾക്കായി ക്രമീകരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ക്രമപ്പെടുത്തിയ വഴിയിലൂടെയല്ല ഫ്ലൈറ്റ് പോകുന്നത്. അവിടെ നിന്ന് ചാടി പുറത്തു വന്നു. ക്യാബിനുള്ളിൽ കയറാൻ നോക്കുമ്പോൾ ക്യാബിൻ്റെ ഉള്ളിൽ കയറാനൊക്കത്തില്ല, ലോക്ക് വീണിരിക്കുക. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇറങ്ങിയ വഴിയിൽ ഉടുപ്പ് എന്തെങ്കിലും കൊണ്ട്. അങ്ങനെയാണ് അതിനകത്തിൽ എഴുതിയ വാചകം. ആകസ്മികമായി എന്തോ സംഭവിച്ചു, ലോക്ക് വീണൊക്കെ. കോ പൈലറ്റിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ നമ്പരും പ്രധാന പൈലറ്റ്, അതിൻ്റെ വിശദീകരണമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ മലയാള മനോരമക്കാർ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 2 കരങ്ങളും, പ്രധാനപ്പെട്ട ആ പൈലറ്റിൻ്റെ 2 കരങ്ങളും നിസ്സഹായ അവസ്ഥയിൽ മുഖത്തോട് ചേർത്ത് വെച്ചു എന്നാണ് എഴുതി. ആ മുഖത്തോട് ചേർത്ത് വെച്ചത് എന്തിനായിരിക്കും? 236 ആളുകളും ജീവനക്കാരും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൈയെടുക്കുന്നു. ഓർമ്മയിൽ വന്ന ടെൻഷൻ കൊണ്ടാണ്, പെട്ടെന്ന് വിട്ടുപോയി കാണും, തലയിൽ കുത്തിയപ്പോൾ തുറന്നു, കയറി നേരെയാക്കി.
2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്, അതും അവർ എഴുതിയിട്ടുണ്ട്, ജനങ്ങൾക്ക് ഭീതി ഉളവാകാതിരിക്കാൻ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം വാർത്ത പോലും വിടുന്നത്. ഇതാണ് ഒരു ദൈവ പൈതലിനുണ്ടാകേണ്ടത്. എൻ്റെ വിരൽത്തുമ്പിൽ, എൻ്റെ നെറുകയിൽ ഇടപെടാൻ ഒരു ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഞാൻ വിഷമിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ നെറുകയിൽ ഇടപെടാൻ, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ, ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ നടുക്കടലിൽ താഴും. സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഞാൻ ഈ സംഭവം പറഞ്ഞ്, സ്തോത്രത്തോടുകൂടെ ജീവിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിൽ എന്നെ ദൈവമേ കൊണ്ടുവന്നത് എന്തുമാത്രം കൈതൊഴുതാൽ അല്ലേ, അങ്ങനല്ലേ എൻ്റെ ഒരു ചിന്ത. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് എത്ര വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചിലതിലൊക്കെ പരാജയപ്പെട്ടതുപോലെ നമുക്ക് തോന്നി, ചിലതിലൊക്കെ കുടുങ്ങിപ്പോയതുപോലെ തോന്നി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായി എടുക്കാതിരുന്നിട്ടും ദൈവം തമ്പുരാൻ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കെൽപ്പ് പിള്ളേർക്ക് നൽകി. രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന വിശ്വാസമാണ് വിപത്തിലെ ധൈര്യം. നിർത്തട്ടെ, നമുക്കിനി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം അല്ലേ. ശദ്രക്, മേശക്, അബേദ്നെഗോ തുടങ്ങിയ പയ്യന്മാരും ഏകദേശം ഈ പെങ്കൊച്ചിൻ്റെ പ്രായക്കാരാണ് അല്ലേ. അവരും പറഞ്ഞു, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവിനോട് പറഞ്ഞു നമസ്കരിക്കാനായിട്ട് പോകുന്നില്ല. ഹനന്യ പറഞ്ഞു എന്ത് പറഞ്ഞു? ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ രേഖപ്പെടുത്തിയത് യഹോവയാൽ നൽകപ്പെട്ടവൻ എന്നാണ്. ഹനന്യാവ് യഹോവയാൽ നൽകപ്പെട്ടവൻ. ശദ്രക്, മേശക്, അബേദ്നെഗോ അവിടെ ചെന്നപ്പോൾ അവരിട്ട പേരാണ്. അസര്യാവ്, മിശായേൽ, ദാനിയേൽ, 4 പയ്യന്മാരും. അവർ വണങ്ങിയില്ല. അവർ പറഞ്ഞു തീയിലിട്ടോളാൻ പറഞ്ഞു. പക്ഷേ 4-മനായി ഒരുവൻ അവരുടെ കൂടെ നടന്നത്. ദാനിയേൽ അല്പം പ്രായത്തിൽ, ഒരു വയസ്സോ വല്ലതും കൂടുതൽ കാണുമായിരിക്കും. അതുകൊണ്ടാണ് അവനെ മാത്രം അങ്ങോട്ട് മാറ്റിയത്. മറ്റേ പിള്ളേർ 3 പേരെ പ്രായക്കാരായിരിക്കാം, എനിക്കറിഞ്ഞുകൂടും. അവരെ 3 പേരെയും തീച്ചൂളയിൽ, മറ്റേ ആളിനെ സിംഹക്കുഴിയിൽ. അവർ പറഞ്ഞൊരു വാചകം ഞാൻ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. വരച്ചേക്കണം. ദാനിയേൽ 3:17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും, രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ദൈവത്തിൻ്റെ പക്ഷക്കാരനായിട്ടാണ് നിൽക്കുക പയ്യന്മാർ. ഇവർക്ക് എങ്ങനെ കിട്ടി? ഈ 12-നും 13-നും ഒക്കെ വയസ്സുള്ള പിള്ളേർക്ക് എങ്ങനെ കിട്ടി ഈ വിശ്വാസം? ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാതാപിതാക്കന്മാർ പറഞ്ഞു കൊടുത്തു കാണും, കുഞ്ഞേ, നമ്മളെ ഇതുവരെയും സൂക്ഷിച്ച ദൈവം, ആ ആശ്രയം, വിശ്വാസം മരിക്കേണ്ടി വന്നാലും തള്ളിക്കളയരുത് എന്ന് പറഞ്ഞു കാണും. എൻ്റെ വിചാരം അവർ പറഞ്ഞു കാണും, ഒരു കാലത്തുമില്ലമ്മേ, ഒരു കാലത്തുമില്ല മരിക്കേണ്ടി വന്നാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഒരു വീട്ടിലെ അല്ല, ആ ദേശത്തെ പിള്ളേരാണ്. അവരവിടെ ചെന്നിട്ടും ഒരുമിച്ച് നിന്ന പയ്യന്മാർ, അവരുടെ എല്ലാ മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തിയ ദൈവാശ്രയവും ദൈവവിശ്വാസം. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അന്യദേശത്തൊക്കെ ചെന്ന് പാർക്കുമ്പോൾ ഈ റെയിലിങ്സിൻ്റെ മുൻപിൽ ഒരു വൈദികൻ്റെ ബലഹീനമായ വിരൽത്തുമ്പ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ, എൻ്റെ പുതിയ വർഷത്തെ അനുഗ്രഹിക്കട്ടെ, എൻ്റെ ഭാവി അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, അമ്മയും കുഞ്ഞുങ്ങളുമൊക്കെ പ്രാർത്ഥിച്ച്, പറക്കമുറ്റാത്ത സന്ദർഭത്തിൽ വിദേശത്തൊക്കെ പോയി കാക്കക്കേട് മാറി പറക്കമുറ്റി 4 പുത്തനായപ്പോൾ മാർത്തോമാ സഭയുടെ വിശ്വാസം അത്ര ശരിയല്ലഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് വിട്ട്. ചിറക് വിരിച്ച ഈ വലിയ വാഹനത്തിൽ കേടുകൂടാതെ നിലത്തിറക്കി വിട്ട ദൈവം വിശ്വസ്തനല്ലായിരുന്നോ?
കടലിൻ്റെ മുകളിലൂടെ പറന്നപ്പോൾ, ബോട്ട് പിടിച്ചപ്പോൾ ആ എയർ പോക്കറ്റിലോട്ട് വീണപ്പോൾ നെഞ്ചിലൊരിടുപ്പ്, ശ്വാസം കിട്ടാത്ത തരത്തിൽ. ഭാരപ്പെട്ടപ്പോഴും ദൈവം ഇറക്കി വിട്ടില്ലേ, കരപറ്റിച്ചൽ. എന്തിനാച്ചോ ഇതൊക്കെ പങ്കുവയ്ക്കുന്നു? യെസ്, ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെ ഓർത്തതാ. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിശ്വാസം, ദൈവാശ്രയം, ഇവയൊക്കെ നമ്മൾ കുറച്ചുകൂടെ ആരോഗ്യപരമായി പുലർത്തണം. മറിയ പറഞ്ഞു, എലിസബത്ത് പറഞ്ഞു, ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ പയ്യന്മാർ പറഞ്ഞു, നമുക്ക് മുമ്പേ ഓട്ടം പൂർത്തീകരിച്ച വിശ്വാസവീരന്മാരായ അനേക ആളുകൾ പറഞ്ഞു, ദൈവം വലിയവനാണ്.